നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ എക്സസൈസ് 6.2-ലെ. ഇതിൽ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തൊട്ടു മുമ്പത്തെ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കാം. ഈ ക്വസ്റ്റ്യനിൽ ഇവർ ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. പി ക്യു പാരലൽ എസ് ടി, കണ്ടില്ല? ഇതിൻ്റെ ഈ ലൈനാണ് പി ക്യു. പി ക്യു പാരലൽ എസ് ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആംഗിൾ, ആ ആംഗിൾ 110 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആംഗിൾ 110 ഡിഗ്രി. ഈ ഒരു ആംഗിൾ 130 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ക്യു ആർ എസ് ആണ്. ക്യു ആർ എസ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ ക്യു ആർ എസ്, ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ കേസിൽ ഇവർ തന്നെ ക്വസ്റ്റ്യനിൽ ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. കണ്ടോ? നിങ്ങൾ ആ ഹിന്റ് കണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ. ഡ്രോ എ ലൈൻ പാരലൽ ടു എസ് ടി ത്രൂ ആർ. അതായത് എസ് ടിക്ക് പാരലായി ആറിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കാൻ. എന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാനാണ് അവർ നമ്മളോട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എസ് ടിക്ക് പാരലായി ആറിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കാനാണ് അവർ നമ്മളോട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം, ഇപ്പം ഇതിന് നമുക്കൊരു പേര് കൊടുക്കാം. എ ബി എന്ന് പേര് കൊടുക്കുന്നു. എസ് ടിക്ക് പാരലായി വരച്ചേക്കുന്നു അല്ലേ? അപ്പോൾ നമുക്കന്ന് സൊല്യൂഷൻ നമുക്ക് എഴുതാം. എന്തായിരുന്നത്? ഡ്രോ എ ലൈൻ. അവർ പറഞ്ഞേക്കുന്ന പോലെ തന്നെ എഴുതാം. ഡ്രോ എ ലൈൻ. ആ ലൈനിന് പേര് നമ്മൾ കൊടുത്തേ എ ബി പാരലൽ ടു ഏതിന് എസ് ടി ത്രൂ ആർ. ഇതാണ് അവര് പറഞ്ഞിരുന്നത്. എ ബി പാരലൽ എസ് ടി ആണ്. പക്ഷെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് അല്ലെ, എ ബി പാരലൽ എസ് ടി ആണെന്ന് അവർ പറഞ്ഞു. പക്ഷെ ക്വസ്റ്റ്യന് പറഞ്ഞു എസ് ടി ഈസ് പാരലൽ ടു പി ക്യു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? എ ബി പാരലൽ എസ് ടി ആണ്. ഈ എസ് ടി എന്തിന് പാരലല്ല? പാരലൽ പി ക്യു. കാരണം ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ട് പി ക്യു പാരലൽ എസ് ടി എന്ന്. നമ്മൾ എസ് ടിക്ക് പാരലായിട്ട് എ ബി വരച്ചപ്പം എ ബി പാരലൽ എസ് ടി ആണ്, എ ബി പാരലൽ പി ക്യുമാണ്. അതായത് എസ് ടി, പി ക്യു, എ ബി, ഈ 3 ലൈൻസും പാരലൽ ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എസ് ടി പാരലൽ എ ബി ആണല്ലോ. എസ് ആർ ഒരു ട്രാൻസ്വേഴ്സൽ ആണല്ലോ അല്ലേ? ഞാൻ ആ പടം ചുമ്മാ ഒന്ന് വരയ്ക്കാം. ഇത് നമ്മുടെ എസ് ടി, സപ്പോസ് ഇത് നമ്മുടെ എ ബി, എസ് ടി. ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുന്നു, കണ്ടോ? ആ ലൈൻ ആറാണ്. അപ്പൊ ഈ ആംഗിളും എന്താണ്? ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ ആണ്. ഏതാംഗിൾ? ഈ ആംഗിളും ഈ ആംഗിളും. അങ്ങനാണെങ്കിൽ ഇവിടെയും ഇത് തന്നെ, കണ്ടോ? ഈ ആംഗിളും എന്താണ്? ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ. അപ്പൊ ഈ ആംഗിൾ നമുക്ക് സപ്പോസ് എ എന്നൊരു പേര് കൊടുക്കാം. അപ്പൊ ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ? ദേ ആർ സപ്ലിമെന്ററി. അതായത് ഈ ആംഗിൾ എയും ഈ ആംഗിൾ ബിയും ആണെങ്കിൽ എ പ്ലസ് ബി ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 180 കിട്ടണം. ഞാൻ പറഞ്ഞു തൊട്ട് മുമ്പത്തെ വീഡിയോ ഒന്ന് കാണണം, ഇത് കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നതിന് മുമ്പേ തൊട്ട് മുമ്പത്തെ വീഡിയോ കാണേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ഒരേ സൈഡിൽ വന്നിട്ടുള്ള ആംഗിൾസ് ആണെങ്കിൽ അത് തമ്മിൽ കൂട്ടുമ്പോൾ 180 കിട്ടണമല്ലോ. അപ്പൊ ഇവിടെ എത്ര ഉണ്ട്? എ ഉണ്ട്. ഇവിടെ എത്ര ഉണ്ട്? 130 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ പ്ലസ് 130 ഈസ് ഈക്വൽ ടു അല്ലേ? ഈ ആംഗിളും ഈ ആംഗിളോട് കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 കിട്ടണം. അതിന്റെ കാരണം എന്താണ്? ഇന്റീരിയർ ആംഗിൾസ് ഓൺ സെയിം സൈഡ് അല്ലേ? സെയിം സൈഡ് ആർ എന്ത്? സപ്ലിമെന്ററി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നേ കിട്ടും. എ ഈസ് ഈക്വൽ ടു 130 അപ്പുറത്ത് കൊണ്ടുപോയിക്കേ. 180 മൈനസ് 130 ഈസ് ഈക്വൽ ടു 50. ഇതേപോലെ തന്നെ ഈ ആംഗിൾ നമ്മളൊന്ന് ബി ആയിട്ട് എടുത്ത്. ബി പി ക്യു പാരലൽ എ ബി ആണ്. ഇതേ കണ്ടോ? ഇത് രണ്ടും അല്ലേ? ഈ 2 ആംഗിൾസും എന്താണ്? ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ആണ്. ട്രാൻസ്വേഴ്സൽ ഏതാ? ക്യു ആർ ആണ്. സിമിലർലി നമുക്ക് എന്ത് പറയാം?
സിമിലർലി നമുക്ക് എന്ത് പറയാം, ഈ രണ്ട് ആംഗിൾ കൂട്ടുമ്പോഴും എത്ര തന്നെ കിട്ടും, ആംഗിൾ ബി പ്ലസ് ആംഗിൾ 110 അല്ലെ, ആംഗിൾ ബി പ്ലസ് 110 ഈക്വൽ ടു 180 ഡിഗ്രി. കാര്യം മനസ്സിലായല്ലോ. ഇങ്ങനെ ലൈൻ വരച്ച പി ക്യു, ഇങ്ങനെ ലൈൻ വരയ്ക്കുന്നു, ഇതാണ് നമ്മുടെ പി ക്യു, ഇത് എ ആർ ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഇങ്ങോട്ട് വരയ്ക്കുന്നു, ഇതും ഈ രണ്ട് ആംഗിൾസ് കൂട്ടുമ്പം 180 കിട്ടും. കാരണം ഇത് ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സിലാണ്. അപ്പം ഇവിടെ 110 ബിയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടും. ഇത് നമ്മൾ മുമ്പ് എഴുതിയ അതേ സെയിം റീസൺ തന്നെയാണ്. ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ആർ സപ്ലിമെന്ററി. ഇവിടുന്ന് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ബി ഈസ് ഈക്വൽ ടു 180 മൈനസ് ഈ 110 അപ്പുറത്ത് കൊണ്ടുപോട്ട് ഈസ് ഈക്വൽ ടു 70. അപ്പൊ എയുടെ വാല്യൂ 50, അതായത് ഡി ഒരു വാല്യൂ 50 ആണ്. ബിയുടെ വാല്യൂ 70. ഈ നടുക്കത്തെ ഈ ഒരു ആംഗിൾ നമ്മൾ സി കൊടുത്താലോ, നോക്കിയേ, എ ആർ ബി ഒരു സ്ട്രേറ്റ് ലൈനാ. ഒരു നേരെ ഒരു ലൈൻ ഉണ്ടെന്നിരിക്കട്ടെ, ആ ലൈനിലെ ആംഗിൾ എത്ര, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 180 ഡിഗ്രിയാണ് ആ ലൈനിലെ ആംഗിൾ. അപ്പം ഇങ്ങനെ ആംഗിൾ ഉണ്ടെങ്കിൽ ഈ 1, 2, 3 ആംഗിൾ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം, 180 കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു എത്രയാണ്, 180 ആണ്. കാരണം അറിയാമല്ലോ, ആംഗിൾ അല്ലേ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. ആംഗിൾ ബി നമുക്കുണ്ട്, ആംഗിൾ ബി എത്രയാണ്, ആംഗിൾ ബി 70 ഡിഗ്രി പ്ലസ് സി നമുക്കറിയത്തില്ല പ്ലസ് എ 50 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. 70 പ്ലസ് 50 120 പ്ലസ് സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പുറത്ത് കൊണ്ടുപോയിക്കേ 120 സി ഈസ് ഈക്വൽ ടു 180 മൈനസ് 120 ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പൊ സി നമുക്ക് കിട്ടി. ഇനി എന്താ നമ്മൾ ചോദിച്ചിരിക്കുന്നത്, ഫൈൻഡ് ആംഗിൾ ക്യു ആർ എസ് ഉണ്ടോ, ക്യു ആർ എസ് നമുക്കത് കിട്ടിയിട്ടുണ്ടോ. ആംഗിൾ ക്യു ആർ എസ് ഈസ് ഈക്വൽ ടു അല്ലേ, ആംഗിൾ സി എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, ആംഗിൾ സി എത്രയാണ്, 60 ഡിഗ്രി. അപ്പം ആംഗിൾ ക്യു ആർ എസ് എന്ന് പറഞ്ഞാൽ എത്ര, അപ്പം സി തന്നെയാണ് അല്ലേ. സോ ക്യു ആർ എസ് ഈസ് ഈക്വൽ ടു സി നമുക്ക് ഇവിടെ കിട്ടി 60 ഡിഗ്രി ആണെന്ന്. ആംഗിൾ ക്യു ആർ എസ് ഈസ് ഈക്വൽ ടു സി, സി ഈസ് ഈക്വൽ ടു 60. സോ ആംഗിൾ ക്യു ആർ എസ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോണം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എ ബി പാരലൽ സി ഡി എന്നൊക്കെ പറഞ്ഞവർ തന്നിട്ടുണ്ട്. ഇങ്ങനൊരു സംഗതിയൊക്കെ തന്നിട്ടുണ്ട്. എ ബി പാരലൽ സി ഡി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു 50 ഡിഗ്രി ആംഗിൾ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു 127 ഡിഗ്രി ആംഗിൾ തന്നിട്ടുണ്ട്. എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പല രീതിയിൽ ഈ ആംഗിൾസ് കണ്ടുപിടിക്കാം. എന്നാൽ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ആംഗിൾ കണ്ടുപിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എ ബി പാരലൽ സി ഡി, എ ബി പാരലൽ സി ഡി അല്ലേ, അവർ പറഞ്ഞിട്ടുണ്ട്. എ ബി പാരലൽ സി ഡി ആണ് അവർ തന്നിട്ടുണ്ട്. നോക്കി, പി ക്യു ഒരു ട്രാൻസ്വേഴ്സൽ ആണല്ലോ അല്ലേ. പി ക്യു ഈസ് എ എന്താണ്, ട്രാൻസ്വേഴ്സൽ. ഞാൻ നേരത്തെ സെഷനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ട്രാൻസ്വേഴ്സൽ എന്നുള്ളത്. രണ്ട് ലൈനിനെ കട്ട് ചെയ്യുന്ന വേറൊരു ലൈനാണ്. അങ്ങനെയാണെന്ന് നോക്കി, രണ്ട് ലൈൻസ് പാരലാന്നിരിക്കട്ടെ, ഇതൊരു ട്രാൻസ്വേഴ്സൽ ആന്നിരിക്കട്ടെ. ഇപ്പുറത്തെ ആംഗിളും ഈ ആംഗിളും, ഈ രണ്ട് ആംഗിൾസും എന്താണ്, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഇത് രണ്ടും പാരലായതുകൊണ്ട് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ആംഗിൾ എ പി ക്യു, ആംഗിൾ എ പി ക്യു ഈസ് ഈക്വൽ ടു, കണ്ടോ, എ പി ക്യു, ഇതിന്റെ ഈ ആംഗിൾ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ ക്യു പി, ഈ ആംഗിൾ ആർ ക്യു പി. എന്റെ കാരണം അറിയാമോ, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്, ഇന്റീരിയർ ആംഗിൾസ് ആണ് അതിന്റെ കാരണം. റീസൺസ് ഒക്കെ നമ്മൾ ഷോർട്ട് ഫോമിലാണെങ്കിലും പേപ്പറിലൊന്ന് എഴുതി കാണിക്കണം. ഓക്കെ, ആംഗിൾ എ പി ക്യു കണ്ടോ, എ പി ക്യു, ഇതാണ് നമ്മുടെ ആംഗിൾ എ പി ക്യു. എത്രയാണത്, 50 ഡിഗ്രി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ ക്യു പി. ആർ ക്യു പി എന്ന് പറഞ്ഞാൽ ഏതാണ്, എക്സ് ആണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിട്ടി, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കിട്ടി. പ്രത്യേകിച്ച് കഷ്ടപ്പാടൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി.
അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി വൈയുടെ വാല്യൂ വേണം. അതും വളരെ എളുപ്പമാണ്. രണ്ട് ലൈൻസ് പാരലാന്നിരിക്കട്ടെ. ഇതിൻ്റെ ഇങ്ങനൊരു ഇതുണ്ടെങ്കിൽ ഈ ആംഗിളും ഓൾട്ടർനേറ്റ് ആംഗിളാണ്. അപ്പോൾ നോക്കി, ഇവിടെ രണ്ട് ലൈൻസ് എ ബിയും സി ഡിയും പാരലാണ്. പി ആർ ഒരു ട്രാൻസ്വേഴ്സലാണ് അല്ലേ? പി ആർ ഈസ് എ ട്രാൻസ്വേഴ്സൽ. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? പി ആർ ട്രാൻസ്വേഴ്സൽ ആണെങ്കിൽ ഈ ആംഗിളും അല്ലേ? ആംഗിൾ എ പി ആർ, ആംഗിൾ എ പി ആർ. എ പി ആർ എന്ന് പറയുന്നത് ഈ ഫുൾ ആംഗിൾ, ഇതാണ് നമ്മുടെ എ പി ആർ, ഈ മൊത്തം ആംഗിളാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ പി ആർ അല്ലേ? ഈ മുഴുവൻ ആംഗിൾ എ പി ആർ ഇസ് ഈക്വൽ ടു ആംഗിൾ പി ആർ ഡി, ആംഗിൾ പി ആർ ഡി അല്ലേ? നോക്കിക്കോട്ടെ, ഈ ഹോൾ ആംഗിളാണ്. നമുക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഇടയ്ക്ക് 2-3 വരയൊക്കെ ഉള്ളതുകൊണ്ട് ഈ മൊത്തം ആംഗിൾ, അതിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ മുഴുവൻ ആംഗിളാണ് ആംഗിൾ എ പി ആർ. ആ ആംഗിളും ഈ ആംഗിളുമാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലേ? രണ്ട് ലൈൻസ് ഉണ്ടെങ്കിൽ ഈ ആംഗിളുമാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഇടയ്ക്കൊരു വരയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. എന്താണ് ആംഗിൾ എ പി ആർ? എന്നിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ മൊത്തം ആംഗിൾ അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ആംഗിളാണ് എ പി ആർ. ഈ മുഴുവൻ ആംഗിളിൽ എന്തൊക്കെയുണ്ട്? അതിൻ്റെ ഇവിടുന്ന് ഇവിടം വരെ 50 ഉണ്ട്, ഇവിടുന്ന് ഇവിടം വരെ y ഉണ്ട്. അപ്പോൾ ആംഗിൾ എ പി ആർ എന്ന് പറഞ്ഞാൽ 50 പ്ലസ് y ആണ്. സോ 50 പ്ലസ് y ഈസ് ഈക്വൽ ടു ആംഗിൾ പി ആർ ഡി. ഇവിടെ തന്നിട്ടുണ്ട് പി ആർ ഡി എത്രയാണെന്ന്. ആംഗിൾ പി ആർ ഡി ഈസ് 127. അവിടെ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടും. y ഈസ് ഈക്വൽ ടു 127 മൈനസ് 50 ഈസ് ഈക്വൽ ടു 77 ഡിഗ്രി. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഒരു ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ 6ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ഗിവൺ ഫിഗർ പി ക്യു ആൻഡ് ആർ എസ് ആർ ടു മിറേഴ്സ് പ്ലേസ്ഡ് പാരലൽ ടു ഈച്ച് അതർ. അതായത് രണ്ട് മിറേഴ്സ് കണ്ണാടികളുണ്ട്, പി ക്യൂവും അതുപോലെ തന്നെ ആർ എസും. ഇങ്ങനെ രണ്ട് കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ രണ്ട് കണ്ണാടികൾ പാരലായി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ആൻ ഇൻസിഡന്റ് റേ എ ബി സ്ട്രൈക്സ് ദ മിറർ. അതായത് മിറർ പി ക്യു അറ്റ് ബി. അതായത് ഇവിടെ ബി എന്നുള്ള ഒരു പോയിന്റിൽ ഒരു ഇൻസിഡന്റ്, ഒരു റേ വന്നിങ്ങനെ പതിച്ചു പി ക്യു എന്നുള്ള പോയിന്റിൽ. എന്നിട്ട് എന്ത് പറഞ്ഞു? എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? അറ്റ് ബി ദ റിഫ്ലക്റ്റഡ് റേ മൂവ്സ് എലോങ് ദ പാത്ത് ബി സി. അത് ഇവിടുന്ന് എ ബി എന്നുള്ള റേ വന്ന് ഈ കണ്ണാടിയിൽ പതിച്ചു. കണ്ണാടിയല്ലേ, അത് അവിടുന്ന് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് ഇപ്പുറത്തെ കണ്ണാടിയിൽ വന്ന് പതിച്ചു അറ്റ് ദ പോയിന്റ് സി. അപ്പോൾ എ ബി എന്നുള്ള ഒരു റേ വന്ന് പി ക്യു എന്നുള്ള കണ്ണാടിയെ പതിച്ചു. അവിടുന്ന് താഴോട്ട് വന്ന് അതിന്റെ റിഫ്ലക്ഷൻ താഴോട്ട് വന്ന് ആർ എസ് എന്നുള്ള കണ്ണാടിയിൽ വന്ന് വീണു. തീർന്നില്ല. എന്നിട്ട് ഇവിടുന്ന് ഈ റേ സിയിൽ നിന്ന് ഇത് പിന്നെ റിഫ്ലക്റ്റ് ചെയ്തു. ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് ഈ ഡയറക്ഷനിൽ റിഫ്ലക്റ്റ് ചെയ്തു. ഒന്നുകൂടി പറയാം, പി ക്യൂവും ആർ എസും രണ്ട് കണ്ണാടികളായിരുന്നു. പാരലായിട്ട് വെച്ചേക്കാണ് പി ക്യൂവും ആർ എസും. എ ബി എന്നുള്ള ഒരു റേ വന്ന് പി ക്യൂയിൽ പതിച്ചു. അവിടുന്ന് അത് റിഫ്ലക്റ്റ് ചെയ്ത് താഴോട്ട് വന്ന ആർ എസ് എന്നുള്ള കണ്ണാടിയിൽ വന്ന് വീണു. അവിടുന്ന് അത് പിന്നെ റിഫ്ലക്റ്റ് ചെയ്ത് സി ഡി എന്നുള്ള ഡയറക്ഷനിലോട്ട് പോയി. നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് എ ബി പാരലൽ സി ഡി എന്നുള്ളതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. എന്തൊക്കെ നമുക്കിവിടെ തന്നിട്ടുണ്ട്? ഗിവൺ പി ക്യു പാരലൽ ആർ എസ് തന്നിട്ടുണ്ട്. പി ക്യു ഈസ് പാരലൽ ടു ആർ എസ് തന്നിട്ടുണ്ട്. എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ബി ഈസ് പാരലൽ ടു സി ഡി ആണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഈ കോൺവേഴ്സ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു
എങ്ങനെയാണ് രണ്ട് ലൈൻസ് പാരലൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക? ഒന്നെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് സപ്ലിമെന്ററി ആയിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം വേണം. ഒന്നെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം. ഇവിടെ എ ബി പാരലൽ സി ഡി ആണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. നമുക്ക് ഇതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിളോ കറസ്പോണ്ടിങ് ആംഗിളോ ഒക്കെ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്നതാണ് നമ്മുടെ ജോലി. ശ്രദ്ധിച്ചിരിക്കുക, അത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് പറഞ്ഞു തരാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡ്രോ ഒരു കൺസ്ട്രക്ഷനാണ്. ഡ്രോ ടി ബി പെർപെൻഡിക്കുലർ ടു പി ക്യു, ഇ സി പെർപെൻഡിക്കുലർ ടു ആർ എസ്. നോക്കി, ടി ബി ഒരു ലൈൻ, ഈ പി ക്യൂവിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ ഇവിടെ വരയ്ക്കണം. ആ ലൈൻ ഏതാണ്? ടി ബി. അപ്പൊ ടി ബി പെർപെൻഡിക്കുലർ ടു പി ക്യു, അങ്ങനെ ലൈൻ വരയ്ക്കുക. അതേപോലെ തന്നെ ഇവിടെ ഇ സി, ഇവിടെ ഇങ്ങനൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇ സി, ഇങ്ങനെ രണ്ട് പെർപെൻഡിക്കുലേഴ്സ് നമ്മൾ കൺസ്ട്രക്ഷൻ ആയിട്ട് വരയ്ക്കണം. ശ്രദ്ധിച്ചോണം, ഇതൊരു കൺസ്ട്രക്ഷൻ സ്റ്റെപ്പാണ്, ഒരു തിയറിറ്റിക്കൽ ക്വസ്റ്റ്യനുമാണ്. അങ്ങനെ അപ്പൊ എന്താ ചെയ്യണം? നമ്മൾ ടി ബി പെർപെൻഡിക്കുലർ ആയിട്ട് പി ക്യൂവിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം. ഇ സി എന്നുള്ളത് ആർ എസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം. രണ്ട് ലൈൻസ് പാരലാണ്. ഈ ഫസ്റ്റ് ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു ലൈൻ വരയ്ക്കുന്നു. ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇത് വരച്ചു, ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇത് വരച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ ഒരു ലൈനും പാരലൽ ആയിരിക്കും. പി ക്യൂവും ആർ എസും പാരലാണ്. പി ക്യൂവിന് പെർപെൻഡിക്കുലറായി ഈ ഒരു ലൈൻ വരച്ചു, ആർ എസിന് പെർപെൻഡിക്കുലറായി ഈ ഒരു ലൈൻ വരച്ചു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ലൈൻസും പാരലായ പോലെ ഈ രണ്ട് ലൈൻസും പാരലാകുമല്ലോ. ഈ ലൈൻ ഏതാണ്? അപ്പൊ നമുക്ക് എന്ത് പറയാം? ബി ടി പാരലൽ ടു ഇ സി ഇംപ്ലൈസ് ബി ടി പാരലൽ ടു ഇ സി. അപ്പം അങ്ങനെ ബി ടി പാരലൽ ഇ സി ആണെങ്കിൽ, അല്ലെ, രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കണ്ടോ, ബി ടി പാരലൽ ഇ സി ആണ്. അതിലിങ്ങനെ രണ്ട് ലൈൻസ് ആണ്, അത് പാരലൽ ആണ്. കണ്ടോ, ബി സി ഒരു ട്രാൻസ്വേഴ്സലാണ്. ബി സി ഒരു, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയിരിക്കും. അതായത് ഈ ഇവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ 1ഉം ഇവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ 2ഉം. ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം? ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2. എന്താണ് അതിന്റെ റീസൺ? അല്ലേ, ഈ രണ്ട് ലൈൻസ് പാരലാണ്. ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഇതും പാരലാണെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഈക്വൽ ആണ്. അതിന്റെ കാരണം എന്താണ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഒന്ന് ഡീറ്റെയിൽ എഴുതണമെങ്കിൽ ആസ് ബി ടി പാരലൽ ഇ സി ആൻഡ് ബി സി ഇസ് എ ട്രാൻസ്വേഴ്സൽ. ഇത്ര നമ്മളൊന്ന് എഴുതുക. എ ബി ഒരു ഇൻസിഡന്റ് റേ ആയിരുന്നു. എ ബി വന്ന് ഈ ഗ്ലാസ്സേ മുട്ടി, എന്നിട്ട് അവിടുന്ന് റിഫ്ലക്ഷൻ ആയിട്ട് താഴോട്ട് വന്നു. ആ ആംഗിളിൽ അവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അപ്പം ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ ആംഗിൾ 1ഉം 2ഉം കൊടുത്തിട്ടുണ്ടല്ലോ, ഇതാണ് നമ്മുടെ ആംഗിൾ 3. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓൾസോ ബൈ ലോ ഓഫ് റിഫ്ലക്ഷൻ വെച്ച് നമുക്ക് എന്ത് പറയാം? ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 3. ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 3 ആൻഡ് ഇതുപോലെ തന്നെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ആംഗിൾ 2 ഈസ് ഈക്വൽ ടു ആംഗിൾ 4. ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2 എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2 എന്ന് ഇവിടെ പറഞ്ഞു. ആംഗിൾ 2 എന്തിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു? ഈസ് ഈക്വൽ ടു ആംഗിൾ 4 ഈക്വൽ ആണെന്ന് ഇവിടെ പറഞ്ഞു. അതുപോലെ ആംഗിൾ 1 ഈക്വൽ ആംഗിൾ 3 എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ആംഗിൾ 3 ഈസ് ഈക്വൽ ടു ആംഗിൾ 4. അപ്പം അതായത് ഇതിന്റെ ഈ 1, 2, 3, 4 ആംഗിൾസും ഈക്വൽ ആണ്. മനസ്സിലായല്ലോ?
ആംഗിൾ 3യും ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ആംഗിൾ 4ഉം ഈ 4 ആംഗിൾസും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ആംഗിൾസ് എല്ലാം ഈക്വൽ ആണല്ലോ. ആംഗിൾ 3 പ്ലസ് ആംഗിൾ 1 ആംഗിൾ 3 പ്ലസ് ആംഗിൾ 1 ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ വാല്യൂസ് തന്നെ കിട്ടും ആംഗിൾ 2 പ്ലസ് ആംഗിൾ 4 ചെയ്യുമ്പോൾ. കാരണം ഈ വാല്യൂസ് എല്ലാം ആംഗിൾ 3യും ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ആംഗിൾ 4ഉം എല്ലാം ഈക്വലാണ്. അപ്പോൾ ആംഗിൾ 3 പ്ലസ് ആംഗിൾ 1 ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ വാല്യൂ തന്നെ ആംഗിൾ 2 പ്ലസ് ആംഗിൾ 4 ചെയ്യുമ്പോൾ കിട്ടും. എന്താ ആംഗിൾ 3 പ്ലസ് ആംഗിൾ 1? ആംഗിൾ 3 പ്ലസ് ആംഗിൾ 1 എന്താണത്? ആംഗിൾ ABC, ദാറ്റ് ഈസ് ആംഗിൾ ABC ഈസ് ഈക്വൽ ടു എന്താ? ആംഗിൾ 2 പ്ലസ് ആംഗിൾ 4. ആംഗിൾ 2 പ്ലസ് ആംഗിൾ 4 ഈസ് ആംഗിൾ BCD അല്ലേ? ആംഗിൾ BCD. ജസ്റ്റ് ചുമ്മാ നോക്കി, ഇങ്ങനെ ലൈൻ പോയി, അതിങ്ങനെ വന്നു, ഇങ്ങനെ ലൈൻ പോയി. ആംഗിൾ ABC ഇതാണ് നമ്മുടെ ABC, ഇതാണ് നമ്മുടെ BCD. അപ്പോൾ നോക്കി, ആംഗിൾ ABC ഈക്വൽ ആംഗിൾ BCD. കണ്ടോ? ആംഗിൾ BCD. അതായത് ഈ ആംഗിളും ഈക്വൽ ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ രണ്ട് ആംഗിൾസും എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ട്രാൻസ്വേഴ്സൽ ഏതാണ്? BC അല്ലേ? ആംഗിൾ ABC എന്ന് പറഞ്ഞാൽ ABC, ഈ മുഴുവൻ ആംഗിളാണ് ആംഗിൾ ABC. ആംഗിൾ BCD എന്ന് പറഞ്ഞാൽ ഇതാണ് ആംഗിൾ BCD. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈ മുഴുവൻ ഇടയ്ക്കത്തെ വര കൂട്ടണ്ട, ഈ ആംഗിളും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആംഗിളും ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ രണ്ട് ആംഗിൾസും എന്താ? ഓൾട്ടർനേറ്റ് ആംഗിൾസാ. അപ്പോൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താ? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അങ്ങനെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കോൺവേഴ്സ് വെച്ച് if alternate angles are equal then the lines are parallel. അപ്പോൾ alternate angles equal കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് പറയാം ലൈൻസ്. ആ ലൈൻസ് ഏതൊക്കെയാണ്? AB പാരലൽ CD. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അത് പ്രൂവ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻ ആണ് ഈ കൂട്ടത്തിൽ താരതമ്യേന ഇച്ചിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ കമന്റ് ചെയ്യുക. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരുമോ? എന്തെങ്കിലും ചെയ്യാം കേട്ടോ. നന്നായിട്ട് പഠിച്ചോണം.